നമസ്കാരം. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഭയപ്പെടാത്ത അധ്യായം കുറിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയെ ലോക രാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് ഉയർത്തിയതിൽ മോദിയുടെ പങ്ക് ഒരിക്കലും ചെറുതാക്കി കാണാൻ കഴിയും. ലോക നേതാക്കൾ പോലും മോദിയുടെ ദീർഘദർശിയായ ചിന്തയിൽ കൈയടിക്കുന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI-യെയും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെയും പുകഴ്ത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ കൂടി രംഗത്ത് വരുന്നതോടെ അതിന്റെ അടിത്തറ ഒന്നുകൂടി ബലപ്പെടുകയാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യ ഇമ്പാക്ട് സമ്മിറ്റ് 2026 പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു അഭിനന്ദൻ. ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഇതുവരെ സാധിക്കാത്ത നേട്ടമാണ് 140 കോടി ജനങ്ങൾക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി നൽകിയതിലൂടെ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യ സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10 വർഷം മുൻപ് മുംബൈയിലെ ഒരു തെരുവ് കച്ചവടക്കാരന് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോലും കൃത്യമായ രേഖകളോ വിലാസമോ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നതിനെ കുറിച്ച് മാക്രോൺ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്ന് അതേ കച്ചവടക്കാരന് തന്റെ ഫോൺ ഉപയോഗിച്ച് രാജ്യത്തെ ആരിൽ നിന്നും സൗജന്യമായും തൽക്ഷണമായും പണം സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നത് സാങ്കേതിക വിദ്യയുടെ കരുത്താണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആഗോള ഭാവി രൂപപ്പെടുത്തുന്ന ഈ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു. UPI-യുടെ പ്രവർത്തനത്തിൽ മാക്രോൺ ആകൃഷ്ടനാകുന്നത് ഇത് ആദ്യമായല്ല. 2024 ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ജയ്പൂരിലെ ഹവാമഹലിന് സമീപമുള്ള കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം പ്രധാനമന്ത്രി മോദി തന്റെ ഫോൺ വഴി പണം മുടക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടിരുന്നു. ഇമാനുവൽ മാക്രോൺ ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യ 140 കോടി ജനങ്ങൾക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം സൃഷ്ടിക്കുകയും ചെയ്തത് വലിയ മുന്നേറ്റം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് പോലുള്ള സംവിധാനങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ പഠന വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ പങ്ക് പ്രത്യേകം ചർച്ച ചെയ്യപ്പെടും. 2014 ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഇന്ത്യ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വൻ വികസനത്തിലേക്ക് കടന്നത്. ഡിജിറ്റൽ ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ സർക്കാർ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സാങ്കേതിക വിദ്യയിലൂടെ ലളിതമാക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഹൃദയഭാഗം ആധാർ സംവിധാനമാണ്. ആധാർ മുഖേന ഓരോ പൗരനും ഏകീകൃത ഡിജിറ്റൽ തിരിച്ചറിയൽ ലഭിച്ചു. ഇതുവഴി ബാങ്ക് അക്കൗണ്ട് തുറക്കൽ, സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭിക്കൽ, സബ്സിഡികൾ ഇടനിലക്കാരനില്ലാതെ കൈമാറൽ എന്നിവ സാധ്യമായി. ജൻധൻ ആധാർ മൊബൈൽ ത്രയത്തിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിലും വലിയ മാറ്റമുണ്ടായി. UPI-യുടെ വരവോടെ ഡിജിറ്റൽ പേയ്മെന്റുകൾ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. ചെറിയ ചായക്കട മുതൽ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ വരെ QR കോഡ് ഉപയോഗിച്ച് പണമിടപാട് നടത്തുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ സാധാരണ കാഴ്ചയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ പണമിടപാട് പൂർത്തിയാക്കുന്ന ഈ സംവിധാനം സാമ്പത്തിക സുതാര്യതയ്ക്കും നികുതി ശേഖരണ വർധനയ്ക്കും കാരണമായി. ക്യാഷ് അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഡിജിറ്റൽ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റം ഇന്ത്യയെ ഒരു പുതിയ വളർച്ചാ പാതയിലേക്ക് നയിച്ചു. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച സ്റ്റാർട്ടപ്പ് സംസ്കാരത്തെയും ശക്തിപ്പെടുത്തി. ഫിൻടെക്, ഇ-കൊമേഴ്സ്, എഡ്ടെക്, ഹെൽത്ത് ടെക് മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റും. വിദേശ നിക്ഷേപകരും ഇന്ത്യയെ ഒരു വിശ്വാസയോഗ്യമായ ഡിജിറ്റൽ വിപണിയായി കാണാൻ തുടങ്ങി. യുവജനങ്ങൾക്കിടയിൽ സംരംഭകത്വത്തിന് പുതിയ വാതിലുകൾ തുറന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുന്നത് രാജ്യത്തിന്റെ ആഗോള പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. ഫ്രാൻസ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കൾ പോലും ഇന്ത്യയുടെ മാതൃകയെ പ്രശംസിക്കുന്നത് ഇന്ത്യയുടെ വികസന മാതൃക ലോകത്തിന് മാതൃകയാണെന്ന് തെളിയിക്കുന്നു. G20 പോലുള്ള വേദികളിൽ ഇന്ത്യ തന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മാതൃക മറ്റു വികസന രാജ്യങ്ങളുമായി പങ്കിടാൻ ശ്രമിക്കുന്നതും ശ്രദ്ധേയമാണ്. BJP സർക്കാരിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്കുകളും മെച്ചപ്പെട്ടു. അടിസ്ഥാന സൗകര്യ വികസനം, ഹൈവേകൾ, റെയിൽവേ നവീകരണം, ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവ ഒരുമിച്ചാണ് മുന്നേറിയത്. ഗ്രാമങ്ങളിലേക്കും ബ്രോഡ്ബാൻഡ് പ്രവർത്തിക്കുന്ന പദ്ധതികൾ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ രംഗത്തും മാറ്റമുണ്ടായി. കോവിഡ് കാലത്ത് പോലും ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി വാക്സിൻ രജിസ്ട്രേഷൻ മുതൽ ധനസഹായ വിതരണം വരെ കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിഞ്ഞത് ഈ അടിസ്ഥാനത്തിന്റെ ശക്തി തെളിയിച്ചു. മാക്രോണിന്റെ പ്രശംസ ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിന് ലഭിച്ച ആഗോള അംഗീകാരമാണ്. സാങ്കേതിക വിദ്യയെ ജനകീയമാക്കി സാമൂഹ്യനീതി ഉറപ്പാക്കാൻ ശ്രമിച്ച നേതൃത്വത്തിന്റെ ദൂരദർശിത്വം ഇതിലൂടെ തെളിയുന്നു. ലോകം എന്നും പല വെല്ലുവിളികളുമായി പോരാടുമ്പോൾ ഇന്ത്യ തന്റെ ജനസംഖ്യയുടെ വലിപ്പത്തെ തന്നെ ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു. ഡിജിറ്റൽ ഐഡന്റിറ്റിയും UPI-യും പോലുള്ള സംവിധാനങ്ങൾ ഇന്ത്യയെ 21ാം നൂറ്റാണ്ടിലെ മുൻനിര ഡിജിറ്റൽ ശക്തിയായി ഉയർത്തിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ച ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല,
അതൊരു ലോകോത്തര ഭരണ പരിഷ്കാരവും സാമൂഹ്യ സാമ്പത്തിക വിപ്ലവവും കൂടിയാണ്. മോദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ യാത്ര ഭാവിയിലും ഇന്ത്യയെ ആഗോളവേദിയിൽ കൂടുതൽ ശക്തമായി നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്.